കൺകോടിയ 2K25 ഓർത്തഡോക്സ് സഭയുടെ തുമ്പോൺ ഭദ്രാസനം നടത്തുന്നത് ഗേറ്റ് ഫെസ്റ്റിവൽ. മുഖ്യാതിഥിയായി എന്നെ ക്ഷണിച്ചില്ലെങ്കിലും അവർക്ക് മുന്നേ സ്റ്റേജിൽ കയറി ഈശ്വര പ്രാർത്ഥന ആലപിക്കാൻ എന്നെ സദയം സ്വാഗതം ചെയ്തു. വെള്ളയെടുപ്പെട്ട മാലാഖമാരെ പോലെ ഞങ്ങൾ ചെന്നെങ്കിലും ഞങ്ങളെ വെല്ലുന്ന വെള്ളക്കുപ്പായമായി അച്ഛന്മാരവിടെ അണിനിരന്നിരുന്നു. അതോടെ സംഭവം കളറായി. പിന്നൊന്നും നോക്കിയില്ല. ഉദ്ഘാടന ചടങ്ങിന് മുന്നേ ഞാനും എന്റെ പടയാളികളും സ്റ്റേജിൽ കയറി കണ്ണും പൂട്ടി പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന എപ്പോ തീരുവെന്ന് ഇറുകണ്ണിട്ട് നോക്കുന്നവർക്ക് മുന്നേ ഞങ്ങൾ പ്രാർത്ഥന നിർത്തി സ്റ്റേജിൽ നിന്നിറങ്ങി. പ്രകൃതി പോലും ഞങ്ങളോട് ക്ഷമിച്ചില്ല. തകർത്ത് മഴ പെയ്തു. പിന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ഉദ്ഘാടനവും നടന്നു. പ്രസംഗം പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഓടി സ്റ്റാളിലേക്ക് കയറി. ഫെസ്റ്റുകൾക്ക് മുന്നിൽ പൂന്തോട്ടം പതിവാണെങ്കിലും ഈ പൂന്തോട്ടത്തിന് ഒരിത്തിരി ഭംഗി കൂടുതലാണ്. ഇനി ഒറ്റ പ്രാർത്ഥന കയറി ചെല്ലുമ്പോൾ ഫർണിച്ചർ കടയാകല്ലേ കർത്താവിന്റെ പ്രാർത്ഥന. തുടക്കത്തിൽ തന്നെ വ്യത്യസ്തരായ അംഗങ്ങളെ നിങ്ങൾക്കിവിടെ പരിചയപ്പെടും. ക്യാമറയുമായി വന്നതിൽ പരിഭവമുള്ളവർ. ക്യാമറ വന്നതുകൊണ്ട് മാത്രം സർക്കസ് കാണിക്കാൻ ശ്രമിക്കും. ഇനി എന്റെ ക്യാമറയെ നോക്കി എന്നെ പള്ളു പറയും. തലയെന്തിയെ ഉടലെന്തിയെന്ന് സ്വയമേ അറിയാം. തല തിരിഞ്ഞവർ. എന്റെ കെട്ടിയോളുടെ വീഡിയോ എടുക്കുന്നോടി എന്ന് പറഞ്ഞ് എന്നെ കൊത്താൻ വരുന്നവർ. ഇങ്ങനെ എല്ലാത്തിനെ വീഡിയോ എടുത്താൽ ഇതിന്റെ അധികൃതർ എന്നെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഗ്രൗണ്ട് വഴി ഓടിച്ചിട്ട്. അതുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കുന്നില്ല, നിങ്ങൾ വന്ന് തന്നെ കാണുക. സ്റ്റാളും ഫുഡും ഗെയിംസും പരിപാടികളും ഏത് തിരക്കിനിടയ്ക്കും സ്വന്തം വികാരി അച്ഛന്മാരെ കണ്ടെത്തുന്നവരാണ് നമ്മുടെ സ്വന്തം ബിജു അച്ഛനും ആഷ്ലി. ഇനി വെള്ളിയാഴ്ച സ്റ്റീഫൻ ദേവസി വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിൽ ചേർക്കാം. അപ്പൊ ബൈ ബൈ ടാറ്റ.